3000 കൊല്ലത്തെ ചരിത്രമുള്ള ഒരു സാധനമാണ് ഇന്ത്യയിലെ ജാതി. വേറെ ലോകത്ത് എവിടെ ഇല്ലത്, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ കേരളത്തിൽ ഈ സ്ഥിതി നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ എവിടെയോ നടക്കുന്നതാണ്, കേരളത്തിൽ ഇങ്ങനെ ഇല്ല. കേരളത്തിൽ എന്നും ഇതുണ്ട്, എപ്പോഴും ഉണ്ട്. ഇപ്പോ കേരളത്തിൽ ആദ്യത്തെ പണിമുടക്ക് നടന്നത് എന്നാണ്? 1907 ആ പണിമുടക്ക് നടത്തിയ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ആ പണിമുടക്ക് നടത്തിയത് കൂലിക്കൂടുതലിന് വേണ്ടിയല്ല, ജോലി സമയം കുറയ്ക്കാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് അക്ഷരമില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അന്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടങ്ങളിൽ പണിയെടുക്കില്ല എന്ന് പറഞ്ഞത്. എന്താ കാരണം? തിരുവിതാംകൂർ ഗവൺമെന്റ് പറഞ്ഞു സർക്കാർ സ്കൂളുകളിൽ അന്നത്തെ ഭാഷയെ പറഞ്ഞ പൊലേര്, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ദളിതര്, പൊലേരെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. പ്രവേശിപ്പിച്ചില്ല. അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ പണിമുടക്ക് നടന്നത് അക്ഷരത്തിന് വേണ്ടിയാ. എന്നിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ട് ഉരൂട്ടമ്പലം എന്നുള്ള സർക്കാർ വിദ്യാലയത്തിലേക്ക് പഞ്ചമി എന്ന് പേരായ 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കൂട്ടിയിട്ട് അയ്യങ്കാളി ചെല്ലുകയാണ്. ആ ദളിത് പെൺകുട്ടിയെ അവിടെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അന്ന് എന്തുണ്ടായെന്നറിയോ? രാത്രി ആ സ്കൂൾ തന്നെ കത്തിച്ചളഞ്ഞു. ഇവിടുത്തെ ആളുകളുടെ ജാതി കോമരങ്ങളുടെ വിദ്വേഷത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പോ കേരളത്തെ പറ്റി നമ്മുടെ വികസനം, നമ്മുടെ പ്രബുദ്ധത, നമ്മുടെ സാക്ഷരത തുടങ്ങിയുള്ള അഭിമാനത്തിന്റെ പുറത്ത് തീർച്ചയായിട്ടും വീണ ഒരു ബോംബ് ആയിട്ടാണ് ഞാൻ നിതിൻ രാജ് സംഭവം കാണുന്നത്. Subscribe and follow me.